ചൂടിനെ കുറിച്ച് പറയുമ്പോൾ കനത്ത ചൂട് തന്നെയാണ് എല്ലായിടത്തും. ചൂട് കൂടുമ്പോൾ ചിക്കൻ പോക്സ് പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ദിവസവും 150-ലധികം പേർക്കാണ് ചിക്കൻ പോക്സ് ബാധിക്കുന്നതെന്നാണ് കണക്കുകൾ. 2766 പേർക്കാണ് ഈ മാസം രോഗം സ്ഥിരീകരിച്ചത്. ചൂടും വരണ്ട കാലാവസ്ഥയുമാണ് ചിക്കൻ പോക്സ് വ്യാപനത്തിന് കാരണം. സ്വയം ചികിത്സ പാടില്ലെന്നും രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ ചികിത്സ തേടണമെന്നുമാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്. സാന്ത്വന സാജു ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. സാന്ത്വന, ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ടോ? മുൻ വർഷങ്ങളിലേതിനേക്കാൾ ഈ വർഷം കൂടുതലാണ് ഇത്തരത്തിൽ ചിക്കൻ പോക്സ് ഉൾപ്പെടെയുള്ള രോഗങ്ങൾ പടരുന്നതെന്നാണോ? വിനിത, ചൂട് കൂടിയതോടുകൂടി തന്നെ ഈ പകർച്ചവ്യാധികളും വ്യാപകമായി തന്നെ ആളുകൾക്ക് പിടിപെടുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ സംസ്ഥാനത്തുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പകർച്ചവ്യാധി ചിക്കൻ പോക്സ് ആണ്. നമുക്കറിയാം, ചൂടുകാലങ്ങളിൽ പൊതുവെ ഉണ്ടാകാറുള്ള ഒരു അസുഖം തന്നെയാണ് ചിക്കൻ പോക്സ്. എന്തായാലും ഇത്തവണ ഈ വ്യാപകമായി തന്നെ ആളുകൾക്ക് ചിക്കൻ പോക്സ് ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ആരോഗ്യവകുപ്പ് അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. ഒരു ദിവസം 150ഓളം ആളുകൾക്ക് ചിക്കൻ പോക്സ് പിടിപെടുന്നുണ്ട് എന്നുള്ളതാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കുന്നത്. ഇനി ഈ ഒരു മാസത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 1766 ആളുകൾക്കാണ് ഈ ഒരു മാസം മാത്രം ഈ രോഗം ബാധിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ 2026 തുടങ്ങി ഏതാണ്ട് 3.5 മാസം പിന്നിടുമ്പോഴത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 17,000-ലധികം ആളുകൾക്ക് രോഗം ബാധിച്ചിട്ടുണ്ട് എന്ന് കൂടി ആരോഗ്യവകുപ്പിന്റെ ഔദ്യോഗിക കണക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. വിനിത, രോഗം പിടിപെടുന്നത് സ്വാഭാവികമാണ്, അതിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. പക്ഷേ അതിനപ്പുറത്തേക്ക് കൃത്യമായ രീതിയിലുള്ള ജാഗ്രത ഇതുമായി ബന്ധപ്പെട്ട് പുലർത്തണമെന്ന് കൂടി ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. രോഗം പിടിപെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ സ്വയം ചികിത്സ പാടില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ ഇപ്പോൾ മരുന്നും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെയും ആശുപത്രികളിലൊക്കെ തന്നെയും സജ്ജമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആശുപത്രികൾ കൃത്യമായി എത്തി ചികിത്സ തേടണം. അത് മാത്രവുമല്ല, പ്രത്യേകിച്ച് ഈ രോഗബാധിതരായ ആളുകൾ, ഗർഭിണികൾ, കുട്ടികൾക്കൊക്കെയാണ് ഈ രോഗം ബാധിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് കുറച്ച് വഷളാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരം ആളുകളെ കൃത്യമായി തന്നെ ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകണം എന്നുള്ള കാര്യം കൂടി ആരോഗ്യവകുപ്പ് നിലവിൽ വ്യക്തമാക്കുന്നുണ്ട്. ശരി, സാന്ത്വന സാജു ആണ് വിവരങ്ങൾ നൽകിയത്.